ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് നോക്കാം. ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവെ ഒരു വീക്കായിട്ടുള്ള മാർക്കറ്റാണ് നമ്മൾ ഇന്ത്യയിൽ കണ്ടത്. എല്ലാ ഇൻഡീസസിലും നോക്കുകയാണെങ്കിൽ ഏകദേശം 4%, 5% ഒക്കെ ഡൗൺ ആയിരുന്നു നമ്മൾ കണ്ടത്. നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ ഏകദേശം 4%, അതുപോലെ തന്നെ സെൻസെക്സിൽ 4% ഡൗണ്. പിന്നെ നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 5% ഡൗൺ ആയിരുന്നു നമ്മൾ മൊത്തത്തിൽ കണ്ടത്. അതിന് നമ്മൾ ഇന്ന് രാവിലെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും SGX നിഫ്റ്റിയിൽ ഏകദേശം 50 പോയിൻറ്റ്സ് ഡൗൺ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരു ഡൗൺ ആയിരുന്നു നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഡൗൺ ആണ് എന്നെല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് 8584 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 8588 വരെ മാർക്കറ്റ് പോയുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ 8198 വരെ മാർക്കറ്റ് ഡൗൺ ആയി. അതുപോലെ തന്നെ 8253 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. മാർക്കറ്റ് അനലൈസ് ചെയ്തവരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 8244 സോ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ക്ലോസ് നോക്കുകയാണെങ്കിൽ 8259 ജസ്റ്റ് അബവ് ദി സപ്പോർട്ട് എന്ന് വേണം നമുക്ക് പറയാം. അങ്ങനെ മാർക്കറ്റ് ക്ലോസ് ആയി. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും നമ്മൾ യൂറോപ്യൻ മാർക്കറ്റിലെല്ലാം നല്ല ഡൗൺ ആണ് ഇന്ന് കാണുന്നത്. മൊത്തത്തിലൊരു റെഡ് ആണ് ഇന്നും മാർക്കറ്റ് നമ്മൾ കാണുന്നത്. ഇനി ഇതിനായിട്ടുള്ള മെയിൻ റീസൺസ് ഒക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസത്തെ ന്യൂസുകൾ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിലും കൊറോണയുടെ കേസിൽ വർധനവുകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഏകദേശം 1600 എന്നുള്ളൊരു ബെഞ്ച് മാർക്കിനെ ക്രോസ് ചെയ്ത് പോയി എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ നോക്കുകയാണെങ്കിലും അതിലൊരു വർധനവ് മാത്രമാണ് കാണുന്നത്. അതായത് നമുക്കൊരു പോസിറ്റീവ് ന്യൂസ് ഇനിയും നമുക്ക് കിട്ടുന്നില്ല കൊറോണയെ പറ്റി ഒന്നാമതായിട്ട്. അത് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ അതുപോലെ തന്നെ എല്ലാവരും തന്നെ വറി ചെയ്യുന്നുണ്ട്. അതിപ്പം എന്താവും, അതുപോലെ തന്നെ ഇതൊക്കെ ഏർണിങ്സിനെ അതുപോലെ തന്നെ കൺട്രിയുടെ ഗ്രോത്തിനെയൊക്കെ ഇനിയും ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളൊരു പേടിയാണ് എല്ലാവരിലും ഇപ്പം നിൽക്കുന്നത്. അത് തന്നെയാണ് മാർക്കറ്റിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ അതേപോലെ തന്നെ IMF നിന്നൊക്കെ വന്ന അപ്ഡേറ്റ്, അതായത് ഒരു ഗ്ലോബൽ റിസഷൻ എന്നുള്ളൊരു അപ്ഡേറ്റുകളെല്ലാം എല്ലാവരെയും പാനിക്കാക്കി എന്ന് വേണം നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെയാണ് അത് മാർക്കറ്റിലും വീണ്ടും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ബാങ്കിങ് സെക്ടർ നോക്കുകയാണെങ്കിൽ പൊതുവേ ഇപ്പോൾ എല്ലാവരും തന്നെ ബാങ്കിങ് സെക്ടർ വേണ്ട എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ഇപ്പം കൊടുത്തിരിക്കുന്ന ആ ഒരു മൊറട്ടോറിയം, പിന്നെ അതേപോലെ തന്നെ ഇനി ഇത് ഏർണിങ്സിൽ എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു, അങ്ങനെയുള്ളൊരു വറി എല്ലാവരും തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ 3 മാസത്തെ EMI വേണ്ട, അതായത് ആ ഒരു പേയ്മെൻറ്റ് ഒരു എക്സ്റ്റൻഷൻ കൊടുത്തത് അത് ബാങ്കിനെ എങ്ങനെ ബാധിക്കും എന്ന് അറിഞ്ഞൂടാ. കാരണം അത് NPAയിൽ ആഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു 3 മാസം അവർക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവത്തില്ല. പക്ഷേ അതേസമയം അവർ എംപ്ലോയീസിനെല്ലാം പേ ചെയ്യുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെ ബാങ്കിനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ള അങ്ങനെ കുറേ വറീസ് ഇൻവെസ്റ്റേഴ്സ് നിൽക്കുന്നുണ്ട് ഇനിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ബാങ്കിങ് സെക്ടറിലോട്ട് നോക്കണ്ട എന്ന് വേണം ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. ബാങ്ക് സെക്ടർ കുറച്ച് കാലത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അതായത് മാർച്ച് മാസത്തെ സെയിൽസ് റിപ്പോർട്ട് ഓട്ടോ സെക്ടറിലുള്ള കുറേ കമ്പനികളുടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഓരോ റിപ്പോർട്ട് നമുക്ക് വരുന്നത് നോക്കാം. പക്ഷേ അതുകൊണ്ട് തന്നെ പൊതുവേ നോക്കുകയാണെങ്കിലും അതും ഡൗൺ ആയിരുന്നു. കാരണം ഈ ഒരു ലോക്ക്ഡൗണും എല്ലാം വന്നതുകൊണ്ടും ഈ ഒരു കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് സെയിൽസ് കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. അത് ഓട്ടോ സെക്ടറിനെ നല്ല രീതിയിൽ തന്നെ ഇമ്പാക്റ്റ് ചെയ്തു. ഇനി അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിലും ഏപ്രിൽ ഇപ്പോൾ തന്നെ 14 ദിവസത്തെ ഒരു ലോക്ക്ഡൗൺ ഉണ്ട്. അതും തീർച്ചയായിട്ടും ഇതിനെ ഇമ്പാക്റ്റ് ചെയ്യും. പിന്നെ അതിനുശേഷം ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ആയിക്കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നമാകും. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ കമ്പനികൾ അവർ നോക്കുകയാണെങ്കിൽ സാലറിയിൽ പേ കട്ടുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ മാർക്കറ്റിനെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാതെ അല്ലെങ്കിൽ ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ഈ സമയത്ത് വേണ്ട. ഇനി വെയിറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലത്. ഇനി നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സ് നോക്കാം. ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നത്തെ എല്ലാവരും ന്യൂസ് ഹെഡ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിലൊരു വലിയ ഇൻവെസ്റ്റർ ജിം റോജേഴ്സ് എന്ന് പറഞ്ഞ അയാളുടെ ലൈഫിൽ ഇത്രയും നല്ലൊരു ബിയർ മാർക്കറ്റ് ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഒരു 2-3 വർഷത്തേക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ബിയർ മാർക്കറ്റ് ഇത് ആദ്യമായിട്ടായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഒരു ബിയർ മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആകും എന്നുള്ളൊരു അഡ്വൈസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു നെഗറ്റീവ് ന്യൂസാണ്. അത് അയാളുടെ ഒരു അനാലിസിസ് പ്രകാരം പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ട് എടുത്തില്ലെങ്കിലും അയാൾ പറഞ്ഞതിലും അതായത് ബിയർ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ തന്നെ പോകാനുള്ള സാധ്യതകളെന്നാണ് അയാളും പറയുന്നത്. പിന്നെ ബാക്കിയുള്ള അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ
ഇന്ന് ഓട്ടോ സെയിൽ സെക്ടറിലുള്ള സ്റ്റോക്കുകളുടെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതി അവരുടെ സെയിൽസ് റിപ്പോർട്ട് ഏകദേശം 47% ഡൗൺ ആണ് മാർച്ച് മാസത്തിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഐഷർ മോട്ടോഴ്സ് നോക്കുവാണെങ്കിലും ഇയർ ഓൺ ഇയറിൽ 80% ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ഈ ഐഷർ മോട്ടോഴ്സ് മാത്രമല്ല, അശോക് ലേലാൻഡ് നോക്കുവാണെങ്കിൽ ഏകദേശം 91% ഫോളാണ് മാർച്ച് മാസത്തിലേക്ക് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സ്റ്റോക്കുകളിൽ നിന്നും ഇങ്ങനത്തെ ഇപ്പോഴത്തെ 3 കമ്പനികളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കമ്പനികളുടെ റിപ്പോർട്ട്സ് ഉടനെ വരും. അപ്പോൾ അത് നോക്കുവാണെങ്കിൽ നല്ല ഡൗൺ ആണ് അവരുടെ സെയിൽസ് റിപ്പോർട്ടിൽ കാണുന്നത്. അപ്പോൾ ഇനി ഇത് തീർച്ചയായിട്ടും ഏപ്രിൽ മാസത്തെ സെയിൽസിലും അത് ഇമ്പാക്റ്റ് ആകാൻ സാധ്യതകൾ ഏറെയാണ്. കാരണം 14 ദിവസം ഇനിയും ലോക്ക്ഡൗൺ ഉള്ളതുകൊണ്ട്. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഗ്യാസ് പ്രൈസ് 26% കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ഒരു ഓയിൽ ഗ്യാസ് മാർക്കറ്റിംഗ് കമ്പനികൾക്കൊക്കെ അതൊരു നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. കാരണം അവരുടെ ഒരു ഏണിങ്സിലാണ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റിലാണ് അത് കാര്യമായിട്ട് ബാധിക്കുക. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഈ ഒരു ONGC, ഓയിൽ ഇന്ത്യ, ഗുജറാത്ത് ഗ്യാസ് ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാക് ബാങ്ക് കൊടുത്ത ഒരു അപ്ഡേറ്റാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക്ഡൗൺ ഇനിയും 3 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ആവുകയാണെങ്കിൽ അത് നല്ലൊരു സ്ലിപ്പേജ്, അതായത് ആ ഒരു ഏണിങ്സിൽ അതേപോലെ തന്നെ ഗ്രോത്തിലൊക്കെ ഒരു നല്ലൊരു സ്ലിപ്പേജ് വരാൻ സാധ്യതകളുണ്ട്. അത് റിക്കവർ ചെയ്യാനും ടൈം എടുക്കും എന്നുള്ളൊരു രീതിയിൽ അവരൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു ന്യൂസാണ്. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോ മോട്ടോർ കോർപ്പ് നോക്കുവാണെങ്കിൽ അവരുടെ പ്രൊമോട്ടേഴ്സ് ആ ഒരു ഹീറോ മോട്ടോർ കോർപ്പിൽ 2.76 lakhs ഒരു ഷെയർസ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു ന്യൂസും വാച്ച് ചെയ്യുക. കാരണം അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ന്യൂസിനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഈ ഒരു സമയത്ത് ഇതിലേക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് തീർച്ചയായിട്ടും വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു നല്ല വാല്യൂബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് എത്തി ഒരു ഡിസിഷൻ എത്തിയതുകൊണ്ടായിരിക്കാം പ്രൊമോട്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ HALനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റവന്യൂ കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ ആ ഒരു 7% വീണ്ടും തിരിച്ചു നിന്നു എന്നൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ റവന്യൂവിൽ ഒരു വലിയ അടി വാങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പിന്നെ സ്പൈസ് ജെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ പറഞ്ഞു, അതായത് സ്പൈസ് ജെറ്റ് അവരുടെ നേരത്തെ ചെയർമാനും അതേപോലെ തന്നെ ഹയർ അതോറിറ്റീസിനൊക്കെ ഒരു പേ കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് ഇപ്പോൾ അവർ എംപ്ലോയീസിനും അവരുടെ ഒരു ബ്രാക്കറ്റ് അനുസരിച്ച് 10 to 30% സാലറിയിൽ പേ കട്ട് വരുത്തുന്നു എന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതിന് മാത്രമല്ല, ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ സാഹചര്യങ്ങൾ തുടരുകയാണെങ്കിൽ ഇനിയും കൂടുതൽ കമ്പനികൾ ഇങ്ങനെയുള്ള ഡിസിഷൻസുമായിട്ട് വരാൻ സാധ്യതകളുണ്ട്. പിന്നെ GM ബ്യൂവറീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാനുള്ള ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അത് ജൂൺ 30 വരെ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാനുള്ള ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതൊരു ഷോർട്ട് ടൈമിൽ അവർക്ക് നല്ലൊരു ഗുഡ് ന്യൂസാണ്. അത് ഉടനെ തന്നെ അതിൻ്റെ ഒരു പ്രോസസ്സ് ആരംഭിക്കും എന്നുള്ളത് അപ്ഡേറ്റും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് ടൈമിൽ ഈ GM ബ്യൂവറീസ് നോക്കുമ്പോൾ അവർക്കൊരു ഗുഡ് ന്യൂസാണ്. പിന്നെ ഇന്ന് നടന്ന ബൾക്ക് ഡീൽസ് നോക്കുവാണെങ്കിൽ ഇന്ത്യ ബുൾസിൽ, പിന്നെ അതുപോലെ MCX, NCC, സുപ്രജിത്ത്, അപ്പോളോ പൈപ്സ് ഇവിടെ എല്ലാവരും ബൾക്ക് ഡീൽസ് നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഷെയർസ് കൈവച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ സ്റ്റോക്സുകൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിലോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ന്യൂസുകൾ വാച്ച് ചെയ്യുക. പിന്നെ ഇൻസൈഡർ ട്രേഡിംഗ് നോക്കുവാണെങ്കിൽ ഈ 4 കമ്പനികളിലുള്ള ഇൻസൈഡർ ട്രേഡിംഗ് നടന്നു എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ HALൻ്റെ ന്യൂസ് ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. പിന്നെ യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിക്സഡ് ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നെഗറ്റീവ് ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊമോട്ടേഴ്സിന് 1 കോടി പെനാലിറ്റി സെബി ചുമത്തിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം അവരുടെ കയ്യിലുള്ള ഷെയർസ് വെച്ചിട്ട് പ്ലഡ്ജ് ചെയ്തതിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തില്ല എന്നുള്ളൊരു ന്യൂസ് ഇതിനെ ബേസ് ചെയ്തിട്ട് സെബി അവർക്ക് 1 കോടിയുടെ പെനാൽറ്റി കൊടുത്തിട്ടുണ്ട്. അതേസമയം വേറൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പബ്ലിക് സെക്ടർ ബാങ്കിൽ നിന്ന് 3500 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്തു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യെസ് ബാങ്കിനെ സംബന്ധിച്ചുള്ള ഒരു മിക്സഡ് ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യെസ് ബാങ്കിന് നമ്മൾ ഇനിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇപ്പോൾ ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് കാലത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടർ പൊതുവേ നമ്മൾ അറിയാം ഒരു നല്ലൊരു ട്രെൻഡിലല്ല ഇപ്പോൾ ബാങ്കിങ് സെക്ടർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇങ്ങനത്തെ നെഗറ്റീവ് ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഒരു സമയത്ത് നല്ലത്. പിന്നെ ശ്രീ സിമൻസും അവരുടെ പ്ലാന്റ് ക്ലോസ് ചെയ്യുന്നു, അതായത് ഏപ്രിൽ 14 വരെ പ്ലാന്റ് ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി FII ആക്ടിവിറ്റി നോക്കുവാണെങ്കിൽ പിന്നെയും ഒരു 3000 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് നമ്മൾ കാണുന്നത്. DIAയിൽ പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാണുന്നുമുണ്ട്. ഇതിനുള്ള കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് കൊറോണയുടെ ഇമ്പാക്റ്റാണ് മെയിനായിട്ടും. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുകയാണ്,
ഈ ഒരു സമയത്ത് അനാലിസിസിനെക്കാട്ടിലും കൂടുതലായിട്ട് ന്യൂസുകൾ വാച്ച് ചെയ്യുക. പ്രത്യേകിച്ച് കൊറോണയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയുന്ന ഒന്ന് തന്നെയാണ്, കൊറോണ നമ്മുടെ കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റിന് ഒരു നല്ലൊരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു റിവേഴ്സലിൻ്റെ ഒരു കൺഫർമേഷൻ എന്ന് നമുക്ക് ഇനിയും പറയാൻ സാധിക്കത്തുള്ളൂ. മാർക്കറ്റിൻ്റെ ബോട്ടം ഇതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. ഇനിയും ഇതേപോലത്തെ നെഗറ്റീവ് ന്യൂസുകൾ വരികയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ലോക്ക്ഡൗണൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുമോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഇനിയും അടുത്ത ബോട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു കൺസോളിഡേഷൻ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട. കൺസോളിഡേഷൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കൺസോളിഡേഷൻ ആയി എന്ന് അല്ലെങ്കിൽ റിവേഴ്സലിനുള്ള തയ്യാറെടുപ്പുകളായി എന്ന് ആരും വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും ഒരു വലിയ രീതിയിൽ ഇറക്കാതിരിക്കുക. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നല്ലത് ഒന്ന് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഇറങ്ങാതിരിക്കുക. ഇനിയുള്ള മാർക്കറ്റുകൾ, അതായത് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നാളെ മാർക്കറ്റ് ഹോൾഡ് ഡേ ആണ്, റാം നവമി പ്രമാണിച്ച്. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇനിയിപ്പോൾ ഈസ്റ്ററിൻ്റെ അതുപോലെ തന്നെ ഗുഡ് ഫ്രൈഡേ അങ്ങനത്തെ കുറേ മാർക്കറ്റ് ഹോളിഡേയ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഏപ്രിലിൽ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ഏപ്രിൽ മാസം മാർക്കറ്റിന് എങ്ങനെ പോകുന്നു, അതുപോലെ തന്നെ ന്യൂസ് എങ്ങനെ പോകുന്നു, അതൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷം ഒരു മാർക്കറ്റിൻ്റെ നമുക്കൊരു ഏകദേശം ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി വേറൊരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ ഏകദേശം 50 സ്റ്റോക്കുകൾ 45 സ്റ്റോക്കുകളും 52 വീക്ക് ലോ ടച്ച് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഫ്രഷ് 52 വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്തെ ഓരോ സ്റ്റോക്കുകളും അതുപോലെ തന്നെ 52 വീക്ക് ലോ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, അന്നത്തെ പ്രൈസ് എല്ലാം ഈ ഒരു 2 ചാർട്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഇത് 52 വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ അതിൽ നിന്നും റിവേഴ്സലാകും എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ട. കാരണം ഒരു സെക്ടർ ന്യൂസിലുള്ള നെഗറ്റീവുകളോ അല്ലെങ്കിൽ ഇനിയും ഇതേപോലെ തന്നെ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്താലോ ഇനിയും ഇത് പുതിയ ഫ്രഷ് 52 വീക്ക് ലോയിലേക്ക് പോകാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും നിങ്ങൾ പ്രധാനമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ടറിൽ വലിയ നെഗറ്റീവ് ന്യൂസുകളില്ലാതെ ഈ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റ് കൊണ്ട് മാത്രം ഡൗൺ ആയ സ്റ്റോക്കുകൾ ഇതിൽ നിന്നും പിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഈ സമയത്ത് അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുക. പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ ഓയിൽ സെക്ടർ അതേപോലെ ബാങ്കിങ് സെക്ടർ, ഈ ഇങ്ങനത്തെയുള്ള സെക്ടറുകളിലെ സ്റ്റോക്കുകൾ ഒന്ന് അവോയ്ഡ് ചെയ്യുക. കാരണം നമുക്കറിയാം ഓയിൽ സെക്ടറിലുള്ള നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അതേപോലെ തന്നെ ബാങ്കിങ് സെക്ടർ നോക്കുകയാണെങ്കിലും ഒരു പൊതുവെ ഒരു പോസിറ്റീവ് ന്യൂസുകൾ അല്ലെങ്കിൽ എല്ലാവരും അവോയ്ഡ് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സെക്ടറുകളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ളിടത്തുനിന്ന് പ്രധാനമായിട്ടും ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സ്, ടൈറ്റാൻ, കോൾഗേറ്റ് ഇങ്ങനത്തെ കുറേ സ്റ്റോക്കുകൾ ഇത് നമ്മുടെ അനാലിസിസിലേക്ക് കൊണ്ടുവരിക. FMCG സെക്ടറിൽ നിന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള സെക്ടറുകളിൽ നിന്ന്, ഇതേപോലെ ഫാർമ സെക്ടർ, ഇതിൽ നിന്നൊക്കെയുള്ള സ്റ്റോക്കുകൾ നമ്മുടെ അനാലിസിസിലേക്ക് കൊണ്ടുവരിക. കാരണം അത് സെക്ടറിൽ വലിയ നെഗറ്റീവ് ന്യൂസുകൾ പറയാനില്ല, പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു കൊറോണയുടെ ഇഷ്യൂ കൊണ്ട് മാത്രം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൊത്തത്തിലൊരു ഡൗൺ ആയതാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ എനർജി സ്റ്റോക്കുകൾ അതുപോലെ അങ്ങനത്തെ സ്റ്റോക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ സ്റ്റോക്കുകൾ നമ്മുടെ അനാലിസിസിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു സമയത്ത് കൂടുതൽ അതിൻ്റെ അനാലിസിസ് ചെയ്യുക. അനാലിസിസ് ചെയ്തതിന് ശേഷം ഒരു നമുക്കൊരു എൻട്രി ആകാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ കിട്ടിയതിന് ശേഷം എൻട്രി കൊടുക്കുക. അതായിരിക്കും നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ ഈ ഒരു സമയം കൂടുതൽ ലേണിങ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ആയോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി മിസ്സാകുമോ എന്നൊന്നും ഭയപ്പെടേണ്ട. നമുക്കൊരു കൺഫർമേഷൻ എടുത്തിട്ട് എൻ്റർ ആവുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലത്. കാരണം എല്ലാവരും മാർക്കറ്റിന് ഒരു വോളറ്റൈലാണ്, അതുപോലെ തന്നെ ഒരു ഗുഡ് ന്യൂസ് ഇല്ല എന്നൊക്കെയാണ് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി എന്നാരും സങ്കടപ്പെടേണ്ട. കാരണം ഒരു 9,000-ന് മുകളിൽ പോയാലാണ് നമുക്കൊരു കൺഫർമേഷൻ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് എൻ്റർ ആവുന്നതായിരിക്കും നമുക്കൊരു സേഫ് സോൺ എന്ന് പറയുന്നത്. അപ്പം ഇനി ഇതിനെക്കുറിച്ചുള്ള പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളും ഒന്ന് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.